What if I told you that the water you drink holds more than just hydration? നിങ്ങൾ ഡെയിലി കുടിക്കുന്ന ആ വെള്ളം കൊണ്ട് നിങ്ങൾക്ക് എനർജി ഷേപ്പ് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ മൈൻഡ് റിവയർ ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ യു ക്യാൻ ഈവൻ അട്രാക്ട് യുവർ ഡിസയേഴ്സ്. ഹലോ എവ്രി വൺ, മൈ നെയിം ഇസ് അനാഷ്. ഇന്നത്തെ വീഡിയോയിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള അതുപോലെ തന്നെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരുന്നത്. അതിനു മുന്നേ എന്തുകൊണ്ടാണ് ഈ ഒരു മെത്തേഡ് ഞാൻ സജസ്റ്റ് ചെയ്യണമെന്നുള്ളതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. 1990s ഒരു ജാപ്പനീസ് റിസർച്ചർ ആയിട്ടുള്ള ഒരു മസൂറു എമോട്ടോ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് വെള്ളം കൊണ്ട് അൺയൂഷ്വൽ ആയിട്ടുള്ള എക്സ്പെരിമെൻറ്റ്സ് നടത്തിയിരുന്നു. ആ ഒരു എക്സ്പെരിമെൻറ്റിൽ നമ്മളുടെ നോർമൽ ഡ്രിങ്കിങ് വാട്ടർ അല്ലെങ്കിൽ നോർമൽ ടൈപ്പ് വാട്ടർ യൂസ് ചെയ്തിട്ട് അത് ഫ്രോസ് ചെയ്ത് എന്നിട്ട് അതിൻ്റെ ക്രിസ്റ്റൽസ് ഒരു മൈക്രോസ്കോപ്പിന് അണ്ടറിലാണ് ഒബ്സർവ് ചെയ്തിരുന്നത്. പക്ഷേ ഇത് ഫ്രീസ് ചെയ്യുന്നതിന് മുന്നേ ഈ വെള്ളം മ്യൂസിക് അതുപോലെ തന്നെ തോട്ട്സിനൊക്കെ മുന്നിൽ എക്സ്പോസ് ചെയ്തിട്ടാണ് ഇത് ഫ്രീസ് ചെയ്തിരുന്നത്. അദ്ദേഹം ഈ ഒരു വെള്ളം ഫ്രീസ് ആക്കുന്നതിന് മുന്നേ എക്സ്പോസ് ആക്കിയിരുന്ന തോട്ട്സ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, ലവ്, ഗ്രാറ്റിറ്റ്യൂഡ്, പീസ്, അങ്ങനത്തെ കാര്യങ്ങൾ, അങ്ങനത്തെ വേർഡ്സും കാര്യങ്ങളൊക്കെ എക്സ്പോസ് ചെയ്തിട്ടുള്ള വെള്ളം ഫ്രീസ് ആക്കിയിട്ട് ഈ മൈക്രോസ്കോപ്പിന് അണ്ടറിൽ ഒബ്സർവ് ചെയ്യുമ്പോൾ അതിൽ ഫോം ചെയ്തിരുന്ന ക്രിസ്റ്റൽസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല സിമെട്രിക്കൽ ഷേപ്പിൽ ഫോം ചെയ്തിരുന്ന ക്രിസ്റ്റൽസ് ആണ്. അതേപോലെ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലോട്ട് എക്സ്പോസ് ചെയ്യും, ലൈക്ക് ഹെയ്റ്റ്, ആങ്കർ, ജലസി, അങ്ങനത്തെ കാര്യങ്ങളിലോട്ട് എക്സ്പോസ് ചെയ്യുന്ന ആ വെള്ളത്തിൻ്റെ ക്രിസ്റ്റൽസ് എന്ന് പറയുമ്പോൾ കെയോട്ടിക് അതേപോലെ തന്നെ ബ്രോക്കൺ ഫോംസിലാണ് അതിൻ്റെ ആ ഒരു ഷേപ്പ് കണ്ടിരുന്നത് മൈക്രോസ്കോപ്പിന് അണ്ടറിൽ ഒബ്സർവ് ചെയ്ത ടൈമിൽ. അതുപോലെ തന്നെ നല്ല മ്യൂസിക്, ലൈക്ക് ക്ലാസിക്കൽ മ്യൂസിക്കോ അങ്ങനെ ഭയങ്കര നോയ്സി അല്ലാത്ത മ്യൂസിക്കിന് അണ്ടറിൽ എക്സ്പോസ് ചെയ്തപ്പോൾ ഈ ക്രിസ്റ്റൽസ് ഫോം ചെയ്തിരുന്ന അതേപോലെ തന്നെ നല്ല സിമെട്രിക്കൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷേപ്പ് ആയിരുന്നു. അതേപോലെ തന്നെ ഭയങ്കര നോയ്സി ആയിട്ടുള്ള മ്യൂസിക്കും കാര്യങ്ങളിലോട്ട് എക്സ്പോസ് ചെയ്തപ്പോൾ ഇത് ഭയങ്കര ഡിസോർട്ടഡ് ആയിട്ടുള്ള ഫോംസ് ആണ് മൈക്രോസ്കോപ്പിന് അണ്ടറിൽ ഒബ്സർവ് ചെയ്തപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെന്റിൽ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വാട്ടർ റെസ്പോൺസ് ടു എനർജി. അപ്പോൾ നമ്മുടെ ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 70% വെള്ളം തന്നെയാണ്. സോ നമ്മളോട് തന്നെ പറയുന്ന വാക്കുകൾ അതേപോലെ തന്നെ തോട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ മോളിക്യുലർ ലെവലിൽ ഷേപ്പ് ചെയ്യാൻ പറ്റും. ഈ ഒരു എക്സ്പെരിമെന്റിന് എതിരായിട്ട് കുറേ സയന്റിസ്റ്റ് കുറേ ഡിബേറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ബട്ട് വി നോ വൺ തിങ്, അഫർമേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ഹെൽപ്പ് അസ് റിവയർ അവർ ബ്രെയിൻ പാത്വേ. സോ ബേസിക്കലി ഈ ഒരു വെള്ളം ഇറ്റ് ഹെൽപ്സ് അസ് ആക്ട് ആസ് എ മിറർ വിച്ച് ക്യാൻ ഹെൽപ്പ് അസ് ലീവ് ദ ബിലീഫ്. ഇനി ആ ഒരു പറഞ്ഞ എക്സ്പെരിമെന്റ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞുതരാം. ഓൾ യു നീഡ് ഈസ് എ നോർമൽ വാട്ടർ ബോട്ടിൽ. നിങ്ങൾ യൂസ് ചെയ്യുന്ന എന്ത് ബോട്ടിലാവാം, പ്ലാസ്റ്റിക് ബോട്ടിലാവാം, ഗ്ലാസ് ബോട്ടിലാവാം, സ്റ്റീൽ ബോട്ടിലാവാം, എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഒരു വാട്ടർ ബോട്ടിൽ വേണം, ഒരു ഡക്ക് ടേപ്പ് വേണം, ആൻഡ് യു നീഡ് എ പെൻ അല്ലെങ്കിൽ ഒരു മാർക്കർ. ഇനി ഈ ഒരു ബോട്ടിൽ മേലെ ആ ഡക്ക് ടേപ്പ് എടുത്തിട്ട്, ഏത് ടേപ്പ് വേണമെങ്കിലും ആവട്ടെ, ഞാൻ ഡക്ക് ടേപ്പ് എന്ന് പറയാൻ കാരണം കുറച്ചും കൂടെ എഴുതാൻ സുഖമുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ക്ലിയർ ആയിട്ട് എഴുതാൻ പറ്റും. ആ ഒരു ടേപ്പ് എടുത്തിട്ട് ഇപ്പോൾ ഈ സ്ലിപ്പില്ലേ ഇരിക്കണ ഈ സ്ലിപ്പ് ഇതേപോലത്തെ രീതിയിൽ തന്നെ ചുറ്റും ആ ടേപ്പ് വെച്ചൊട്ടിക്കുക. അത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ബി ക്ലിയർ അബൌട്ട് വാട്ട് യു വാണ്ട്. നമുക്ക് എന്താണോ വേണ്ടത് ആ ഒരു കാര്യം ഷുവർ ആക്കാം. ഇഫ് യു വാണ്ട് ലവ് അല്ലെങ്കിൽ മണി അല്ലെങ്കിൽ ഹാപ്പിനെസ്, ഇമോഷൻസ്, എന്തും ആവാം. ആ ഓരോ കാര്യങ്ങൾ നമുക്ക് എന്താണോ വേണ്ടത്, നമ്മൾ ക്ലിയർ ഗോൾസ് എന്താണോ എന്നുള്ളത് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ചുറ്റും ഒട്ടിച്ചിരുന്ന ഡക്ക് ടേപ്പില്ലേ അതുമേൽ ആ ഒരു പാന് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താണോ മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് ആ ഓരോ കാര്യങ്ങൾ റൈറ്റ് ഡൗൺ ചെയ്യാം. ഇഷ്ടം എത്ര വേണമെങ്കിലും എഴുതാം, മൾട്ടിപ്പിൾ അഫർമേഷൻസ് എഴുതാൻ പറ്റും. യു ക്യാൻ റൈറ്റ് ഡൗൺ. ഇപ്പോൾ ഇമോഷൻസ് ആണെങ്കിൽ ഹാപ്പിനെസ് എന്ന് എഴുതാം, കോൺഫിഡൻസ് എന്ന് എഴുതാം, ലവ് എന്ന് എഴുതാം, മണി എന്ന് എഴുതാം. ഇപ്പോൾ സപ്പോസ് യു ആർ സമ്മൺ പ്രിപ്പയറിംഗ് ഫോർ എക്സാംസ്, അങ്ങനെ ആകുമ്പോൾ ലൈക്ക് നിങ്ങൾ കോൺഫിഡൻ്റ് അല്ല എന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് റൈറ്റ് ഡൗൺ ഐ ആം കോൺഫിഡൻറ്റ് അബൌട്ട് മൈ എക്സാംസ്. അങ്ങനത്തെ മൾട്ടിപ്പിൾ അഫർമേഷൻസ് ആ ഒരു ടേപ്പ് മേലെ എഴുതാൻ പറ്റും. ഇപ്പോൾ ആ ഒരു ചുറ്റും എഴുതി ആ ഒരു ടേപ്പ് കഴിഞ്ഞെങ്കിൽ അടുത്തൊരു ടേപ്പ് അതിൻ്റെ താഴെ ഒട്ടിക്കുക, എന്നിട്ട് അതുമേലും എഴുതാം. ഇനി ഇത് എഴുതി കഴിഞ്ഞിട്ട് ഓൾ യു ഹാവ് ടു ഡു ഈസ് ജസ്റ്റ് ഫിൽ ദ വാട്ടർ ഇൻ ഇറ്റ്. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സാധാരണ നമ്മൾ കുപ്പിയിൽ വെള്ളം കുടിക്കാൻ വേണ്ടി ഒഴിക്കുന്ന പോലെ അതിൽ ഒഴിച്ചു വെക്കുക. പിന്നെ ഇത് ഒഴിക്കുമ്പോൾ ഇറ്റ്സ് ബെറ്റർ യു ഡു ഇറ്റ് അറ്റ് നൈറ്റ്, ബിക്കോസ് ഇത് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒരു ഫ്യൂ അവേഴ്സ് എങ്കിലും വെക്കണം. ഓക്കെ, അപ്പോൾ രാത്രി ഉറങ്ങുന്നതിന് മുന്നേ വെള്ളം നിറക്കുക, എന്നിട്ട് അതൊരു കുപ്പിയോടെ വെക്കുക, എന്നിട്ട് അടുത്ത ദിവസം രാവിലെ മുതൽ ഈ വെള്ളം കുടിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. ഇതിന് കുടിക്കുമ്പോൾ നിങ്ങൾ യൂഷ്വലി എങ്ങനെയാണോ വെള്ളം കുടിക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെ കുടിച്ചാൽ മതി. യു ജസ്റ്റ് ഹാവ് ടു ഫിൽ ദ വാട്ടർ ആൻഡ് ഡ്രിങ്ക് ഫ്രം ദ നെക്സ്റ്റ് ഡേ. ഇനി ആ ഒരു വെള്ളം കഴിയുമ്പോൾ രണ്ടാമത് അതേപോലെ തന്നെ വെള്ളം നിറക്കുക, അതേപോലെ തന്നെ കുടിക്കുക. ഇനിയിപ്പോൾ കുടിക്കുന്നതിൻ്റെ ഇടയിൽ ആ ടേപ്പും എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ഒരു ടേപ്പ് റിമൂവ് ചെയ്യുക, അടുത്ത ടേപ്പ് ഒട്ടിക്കുക, എന്നിട്ട് നേരത്തെ എഴുതിയ അതേ രീതിയിലുള്ള അഫർമേഷൻസും കാര്യങ്ങളും അതിൽ എഴുതി വെക്കുക. ഇപ്പോൾ സപ്പോസ് ഇഫ് യു ആർ ഗോയിങ് ത്രൂ ഹാർഡ് ടൈംസ്, ഓവർ തിങ്കിങ് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ യു ക്യാൻ റൈറ്റ് ഡൗൺ പീസ് അല്ലെങ്കിൽ ഹാപ്പിനെസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് നമുക്ക് എന്താണോ മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് ആ ഓരോ കാര്യങ്ങൾ റൈറ്റ് ഡൗൺ ചെയ്തിട്ട് യു ക്യാൻ ജസ്റ്റ് ഹാവ് ദ വാട്ടർ. ഇപ്പോൾ സപ്പോസ് ഇഫ് യു ആർ ഗോയിങ് ത്രൂ എനി ഹാർഡ് ടൈംസ്, നിങ്ങൾക്ക് ഓവർ തിങ്കിങ്, ഡിപ്രഷൻ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് റൈറ്റ് ഡൗൺ ഹാപ്പിനെസ് അല്ലെങ്കിൽ കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാനിഫെസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ അതുമേൽ എഴുതാം. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുന്നത് വെച്ചാൽ ദാറ്റ് വാട്ടർ, ഓക്കെ, ആ വാട്ടർ നമ്മൾ എഴുതുന്ന കാര്യങ്ങളിൽ ആ ഒരു എനർജി ഉണ്ടാവില്ല, ആ ഒരു എനർജി ആ വെള്ളത്തിൽ ഹോൾഡ് ചെയ്യും. അങ്ങനെ ആകുമ്പോൾ നമ്മളിത് കുടിക്കുമ്പോൾ ഈ ഒരു എനർജിയാണ് നമ്മളുടെ ഉള്ളിലോട്ട് പോകുന്നത്. അങ്ങനെ ആകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മുടെ ബോഡി എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 70% വെള്ളം തന്നെയാണ്. അപ്പോൾ ഇങ്ങനത്തെ വെള്ളമാണ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ, ആ ഒരു എനർജി ഹോൾഡ് ചെയ്യുന്ന വെള്ളം യൂസ് ചെയ്യുമ്പോൾ
നമ്മളുടെ ബോഡി അതിനനുസരിച്ചിട്ട് റീമോൾഡ് ചെയ്യും. ഇവൻച്വലി ഇറ്റ് വിൽ ഷേപ്പ് യുവർ സെൽഫ് ആൻഡ് യു വിൽ സ്റ്റാർട്ട് വൈബ്രേറ്റിംഗ് ഇൻ ദാറ്റ് എനർജി. ഇപ്പോൾ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ആ ഒരു ഫ്രീക്വൻസി ഉണ്ടാവില്ലേ, ആ ഒരു ഫ്രീക്വൻസി, ആ ഒരു വൈബ്രേഷനിൽ നമ്മൾ വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഓരോ കാര്യങ്ങൾ അട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ബേസിക്കലി ആ ഒരു എനർജി, ആ ഒരു വൈബ്രേഷനിലോട്ട് എത്തണമെങ്കിൽ നമ്മൾ ആ ഒരു ഇതിലോട്ട് എത്തണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഓരോ കാര്യങ്ങൾ അട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റൂ. ആ ഒരു പ്രോസസ്സിന് വേണ്ടി, ആ ഒരു കാര്യത്തിന് കുറച്ചും കൂടെ ഫാസ്റ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടെക്നിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു ടെക്നിക്ക് ഇത് മാത്രം ഇപ്പോൾ പറയുന്ന പോലെ ഞങ്ങൾ ചെയ്തിട്ടും കാര്യമില്ല. അതിന് വേണ്ടിയിട്ട് കുറച്ച് ശ്രദ്ധിക്കേണ്ട വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ മെസ്സേജസ് വരാറുണ്ട്, ഇങ്ങനെ ടെക്നിക്സും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്, വേറെ കണ്ട വീഡിയോസിലൊക്കെ ഓരോ ടെക്നിക്സ് കണ്ടിട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ അതൊന്നും പ്രോപ്പറായിട്ട് വർക്കൗട്ട് ആയില്ല എന്നുള്ളത്. ബിക്കോസ് അത് മാത്രം പോരാ, അതിനപ്പുറം നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ബിലീഫ് സിസ്റ്റം, നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ആ ഒരു ഡൗട്ടും കാര്യങ്ങളും വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു ടെക്നിക്കും കാര്യങ്ങളൊക്കെ പെർഫോം ചെയ്യുകയാണെങ്കിൽ അതവിടെ വർക്കൗട്ട് ആവണമെന്നില്ല. ഇറ്റ് വിൽ സ്ലോ ഡൗൺ യുവർ മാനിഫെസ്റ്റേഷൻ ജേർണി. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. മേക്ക് ഷുവർ യു ഗൈസ് ചെക്ക് ഇറ്റ് ഔട്ട്. ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നതിന് മുന്നേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു ടെക്നിക്ക് ആയിക്കോട്ടെ, എന്തായാലും നിങ്ങൾക്കത് യൂസ്ഫുൾ ആവും. ഏതൊരു മാനിഫെസ്റ്റേഷൻ ജേർണിയിലും യൂസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്, ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. So make sure you guys check that out. I hope you guys enjoyed watching this video. Make sure you guys like, comment and subscribe.